പുളിങ്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പുളി എടുത്തിട്ടുണ്ട്. ഇത് വാളംപുളി. ഞാൻ അതിന്റെ പൾപ്പ് എടുത്ത് വെച്ചതാണ്. ഇതിന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വാളംപുളി നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചത് വേണം. പിന്നെ വേണ്ടത് ശർക്കര ഉരുക്കി അരിച്ചതാണ്. പിന്നെ ഒരു പകുതി സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കിയത്. പിന്നെ വേണ്ടത് ഡേറ്റ്സ് ആണ്. അത് വെള്ളത്തിൽ കുരുവൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ കുതിർത്തിയിട്ടത്. അപ്പോൾ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുളിങ്കറി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് പുളിങ്കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായി വരുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം. ഇനി കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരട്ടെ. സവാള വഴന്നു വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ആ പൊടികളുടെ ഒരു റോസ് സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, പൊടി കരിഞ്ഞു പോവും. പൊടികളുടെ ഒരു പച്ചമണം ഒന്ന് മാറട്ടെ. ഇപ്പോൾ പൊടികൾ മൂത്ത ആ മണം വരുമ്പോഴേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഈന്തപ്പഴം ഒന്നുകൂടി ഒന്ന് കുക്കാവണം. അപ്പോൾ നമുക്ക് തീ ഒരല്പം കൂട്ടി വെക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഈ വെള്ളം ഒന്ന് തിളച്ച് ഈന്തപ്പഴം ഒന്ന്, അത് ഓരോ തരം ഈന്തപ്പഴത്തിന്റെ തരം അനുസരിച്ചിട്ടിരിക്കും. നല്ല ഇപ്പോൾ തൊട്ടാലിപ്പോൾ അലുത്ത് പോകുന്ന ഈന്തപ്പഴം ആണെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈന്തപ്പഴം അനുസരിച്ചിട്ട് അത് വ്യത്യാസം വരും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ്. നല്ല ഹാർഡായിട്ടിരിക്കുന്ന ഈന്തപ്പഴം ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് കുക്കാവണം. ഞാൻ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കാവട്ടെ. ഇപ്പൊ നമ്മുടെ ഈന്തപ്പഴം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കണ്ടോ, ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് അത്. ഇനി ഇതിലേക്ക് നമ്മുടെ പുളിയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വാളംപുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിഴിഞ്ഞിട്ട് ചേർക്കണം. അല്ലെങ്കിൽ ഇതുപോലെ പൾപ്പ് ഉണ്ടെങ്കിൽ പൾപ്പ് ചേർത്ത് കൊടുക്കാം. വാളംപുളി അല്ലെങ്കിൽ കോൽപ്പുളി എന്നൊക്കെ പറയില്ലേ, ആ പുളി വേണം ഇതിൽ ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമ്മുടെ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഒരല്പം കൂട്ടി വെക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം.
ഇത് നല്ല കുഴമ്പ് പരുവത്തിൽ വേണം നമ്മുടെ പുളിങ്കറി ഇരിക്കാനായിട്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതൊന്ന് കുറുകി വരുന്നുണ്ട്, കുറച്ചുകൂടി ഒന്ന് വറ്റാനുണ്ട്. ഇതാണ് അതിന്റെ കറക്റ്റ് പരുവം. 2 മിനിറ്റ് കൂടി ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിരിക്കുമ്പോ ഒന്നുകൂടി ഒന്ന് സെറ്റ് ആവുമല്ലോ. ഇത് നല്ല കുഴമ്പ് പരുവത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പുളിങ്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ പുളിങ്കറിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്